വായിലെ ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുറിവായിട്ട്, ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകളായിട്ട്, അതല്ലെങ്കിൽ മുഴകളായിട്ട്, ചെറിയ മുഴകളായിട്ടോ ഈ ചെറിയ കോളിഫ്ലവർ പോലത്തെ ചെറിയ വളർച്ചകളായിട്ടോ വരാം. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരിക. പക്ഷേ ഇത് പലപ്പോഴും കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാതെ വീണ്ടും സാധാരണ കാണുന്നത് വെള്ളപ്പാടുകളായിട്ടോ ചുവന്ന പാടുകളായിട്ടോ അങ്ങനെയും വരാറുണ്ട്. പ്രത്യേകിച്ച് പുകവലി, മുറുക്ക് എന്നിവ ഉള്ളവരിൽ പലപ്പോഴും അങ്ങനെ ഒരു വെള്ളപ്പാടോ അല്ലെങ്കിൽ ചുവന്ന പാടോ ആയിട്ടായിരിക്കും പലപ്പോഴും ഏറ്റവും ആദ്യം വരിക. അതിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടാണ് ക്യാൻസറിൻ്റെ തുടക്കമായിട്ട് വരിക. ഈ പുകവലിയാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം? പുകവലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുറുക്ക്, വെറ്റില, അടക്കയും അതേപോലെ തന്നെ പുകയില പോലെ തന്നെ അപകടകാരിയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഓറൽ ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു 80 മുതൽ 85% വരെ എന്ന് നമുക്ക് പറയാം പുകവലിയായിട്ടോ അല്ലെങ്കിൽ മുറുക്കുമായിട്ടോ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് അത്രത്തോളം ദോഷകരമാണ് ശരിക്കും. ഏറ്റവും കൂടുതൽ ഏത് പ്രായക്കാർക്കാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്? നമ്മൾ ഈ ദുശീലങ്ങളുള്ള ആൾക്കാരിൽ പലപ്പോഴും പ്രായം കൂടുന്നതിനനുസരിച്ചാണ് വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ട്, മധ്യവയസ്ക് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഏജ് കൂടുന്തോറുമാണ് ബാക്കി നമ്മളെ ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞു വരുമ്പോഴാണ് ഇത് കൂടുതൽ കണ്ടുവരാറുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വയസ്സായ ആൾക്കാരിൽ മാത്രം വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറുപ്പക്കാരിലും കണ്ടുവരാറുണ്ട്, പ്രത്യേകിച്ച് നല്ലവണ്ണം ഹാബിറ്റുള്ള ആൾക്കാരിൽ. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? സാധാരണ ക്യാൻസർ വരുമ്പോൾ പനിക്കാറുണ്ടോ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടോ? ക്യാൻസർ പലപ്പോഴും തിരിച്ചറിയാൻ വളരെ വൈകാൻ ഒരു കാരണം അതിന് പ്രത്യേകിച്ചൊരു സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. രോഗിക്ക് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ വേദന വരുമ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. വേദന തീരെ ഉണ്ടാവില്ല. അത് കുറച്ച് അഡ്വാൻസ്ഡായി കുറച്ച് മുന്നേറിക്കഴിഞ്ഞ് അല്ലെങ്കിൽ അതിലൊരു ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ മാത്രമാണ് വേദന ആയിട്ട് അനുഭവപ്പെടുക. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ ഉള്ള മാറ്റങ്ങൾ മാത്രമേ പ്രകടമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയുള്ളൊരു വാക്ക് ബയോപ്സി കേൾക്കുക എന്ന് പറയുമ്പോൾ അത് പേടിയുണ്ട്. അപ്പം പലരും, ഞാനടങ്ങുന്ന പൊതുസമൂഹം ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കയോടെ പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു വാക്കാണ് ബയോപ്സി. അതെ. അപ്പോൾ ഈ ബയോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭാഗത്തിൻ്റെ തൊലിയുടെ അല്ലെങ്കിൽ ആ കലയുടെ ടിഷ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം എടുത്ത് അത് മൈക്രോസ്കോപ്പിക്കലി പരിശോധിക്കുക എന്നുള്ളതാണ് ബയോപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻസറിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പരിശോധനാ രീതിയാണ് ബയോപ്സി. പക്ഷേ ബയോപ്സി എന്നത് ക്യാൻസറിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പരിശോധനാ രീതിയല്ല. അത് മറ്റ് തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾക്കും മറ്റ് പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ്. അപ്പോൾ ബയോപ്സി ചെയ്യണം എന്നതുകൊണ്ട് ക്യാൻസർ ആണ് എന്നർത്ഥമില്ല. ഈ പലർക്കും ഇപ്പോൾ ഭയം കാണും, ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ കാണും. അപ്പോൾ അതിനെ എങ്ങനെ ദൂരീകരിക്കാൻ കഴിയും? പൊതുവേ ഈ വായിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് എത്ര നേരത്തെ ഡയഗ്നോസ് ചെയ്യാം, എത്ര നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നമ്മൾ വളരെ നേരത്തെ അതിൻ്റെ ആ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കഴലയിലേക്കോ അത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഴുത്തിലെ കഴകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിന് മുമ്പായിട്ട് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 100% തന്നെ നമുക്ക് അതിന് ക്യൂർ റേറ്റ് ഉണ്ട്. അത് ക്യൂർ റേറ്റ് മാത്രമല്ല, മിനിമം കോംപ്ലിക്കേഷൻസോടുകൂടി നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള സ്റ്റേജ് വൈകുന്തോറും ചികിത്സയുടെ ആ ഒരു വിജയ സാധ്യത മാത്രമല്ല, ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയും കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഏർലി ഡയഗ്നോസിസ് എന്നുള്ളതിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്നത്. ഈ സ്ത്രീകളിൽ കൂടുതലായി ഇത് കാണപ്പെടാറുണ്ടോ? ഈ നമ്മളിൽ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പുരുഷന്മാരിലാണ് കൂടുതൽ. അതിന് പ്രധാന കാരണം പുരുഷന്മാരിലാണ് പുകവലിയും മുറുക്കലും കൂടുതൽ എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് പറയാനില്ല. ഹാബിറ്റ്സ് പൊതുവേ പുരുഷന്മാരിൽ കൂടുതലായതുകൊണ്ട് പുരുഷന്മാരിൽ കൂടുതലായിട്ട് ഇത് കാണുന്നുള്ളതാണ്. അപ്പോൾ ഈ പുകവലിക്കാത്ത ആളുകൾ, ഈ ദുശീലങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്കും ഇതൊക്കെ വരാനുള്ളൊരു സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. കാരണം ഇതിൽ പുകവലി, മുറുക്കലെല്ലാം ഒരു പ്രധാന ഫാക്ടർ ആണെങ്കിലും
മറ്റ് പല കാരണങ്ങളുമുണ്ട്. ചിലത് നമുക്കറിയാവുന്നതും ചിലത് അറിയാത്തതും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വൈറസുകൾ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് നാക്കിലെ ക്യാൻസറിന് കാരണമാകാമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ചിലതരം ഫംഗൽ കാൻഡിഡ എന്ന് പറയുന്ന ഫംഗസ്, ഇതെല്ലാം ഇതിനൊരു കാരണമാകാം എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാത്ത പല ഫാക്ടേഴ്സും, ജനറ്റിക് ഫാക്ടേഴ്സ്, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഹാബിറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ക്യാൻസർ വരില്ല എന്നർത്ഥമില്ല. പക്ഷേ ഹാബിറ്റ് ഉള്ളവരിൽ ഇത് വരാനുള്ള സാധ്യത ഒരു ഹാബിറ്റ് ഇല്ലാത്ത ഒരാളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഒപ്പം തന്നെ ഈ സെല്ലുകൾ, ഈ ക്യാൻസർ സെല്ലുകൾ ഈ നാവിൽ വരുന്നതിന് വ്യാപിക്കാനുള്ള കാരണം സാധ്യതയുണ്ടോ? അത് നാക്കിൽ തന്നെ മുന്നിലല്ല, നാക്കിലെ ഒരു ഭൂരിഭാഗം വായ്ക്കകത്തും കുറച്ച് ഭാഗം തൊണ്ടയിലോട്ടുമാണ്. നാക്കിൽ തന്നെ പുറകിലോട്ട് പോകുന്തോറും അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.